അപ്പം നമ്മളിന്നൊരു അടിപൊളി ഇതാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കൊക്കോക്കുരുവാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് പച്ചക്കൊക്കോയിൽ വെക്കാം. അത് നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളത് ചെറിയ എണ്ണയൊക്കെ ചാടി വരുന്ന സമയം വരും. അതിൻ്റെ ടെക്സ്ചർ ഏകദേശം നമ്മൾ കൈ വെക്കുമ്പം ഈ ഒരു പരുവത്തിന് നിൽക്കും. ആ ഒരു ടെക്സ്ചറാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര പൊടിച്ച് ചേർക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടായതുകൊണ്ട് ഒത്തിരി പഞ്ചസാര അടിച്ചിട്ടില്ല. പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് പിന്നെ നെയ്യ് ആവശ്യത്തിന് ചേർക്കുക. ഒത്തിരി നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കൂടെ നല്ലപോലെ ബ്ലെൻഡാക്കി നല്ലപോലെ മിക്സിയിൽ നിന്നിട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് അടുപ്പ് വെച്ച് ഇച്ചിരി നെയ്യും ചരിച്ചിട്ട് പാല് ചരിക്കുക. ഇപ്പം കറണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഒരു മോൾഡിലോട്ട് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് റെഡിയാവും. ഒരു ഓവർനൈറ്റ് ഒന്നും ഫ്രിഡ്ജ് വെക്കണ്ട. ഫ്രിഡ്ജിലൊരു 10, 15, 20 മിനിറ്റോളം, കൂടിപ്പോയ 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജ് വെച്ച് ഫ്രീസറിൽ വെച്ചാൽ നല്ല സെറ്റാകും. നല്ല അടിപൊളി സ്മൂത്ത് ആൻഡ് മിൽക്കി ചോക്ലേറ്റാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റൊക്കെ സ്പെഷ്യലി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 1 മാസം വരെ യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.